തീപിടുത്തത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം 2 മാസം പിന്നിട്ടിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കിടപ്പ് സമരം ഇപ്പോൾ നടത്തുകയാണ്. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിലാണ് കാഷ്വാലിറ്റി പ്രവർത്തിച്ചിരുന്നത്. അതാണ് 2 മാസം മുമ്പ് തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ടത്. അത് ഇതുവരെയും തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂചന കിടപ്പ് സമരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമായിരിക്കും ഇന്ന് എങ്കിൽ, പക്ഷേ വരും ദിവസങ്ങളിൽ അത് സൂചനയായിരിക്കില്ല. വലിയ രീതിയിലുള്ള സമര പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം കാണുന്നത്. നമുക്കിപ്പോൾ കാണാം, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളെല്ലാം തന്നെയുണ്ട്. അതുപോലെ വനിതകൾ ഉൾപ്പെടെ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറാണ് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഈ സമരവുമായിട്ട് വലിയ ഒരു പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കിടപ്പ് സമരവുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇതൊരു പ്രതീകാത്മക സമരമാണ്. തീപിടുത്തമുണ്ടായി 3 ദിവസം കൊണ്ട് ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ദിവസങ്ങളായി ഒരനക്കവുമില്ല. ആയിരക്കണക്കിന് രോഗികളാണ് ഇത് ബുദ്ധിമുട്ടുന്നത്. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ഒരു ഇടുങ്ങിയ മുറിയാണ്. അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, സൗകര്യമില്ല, ഡോക്ടർമാർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. എന്തിനാണ് ഈ പ്രവർത്തനം വൈകിപ്പിക്കുന്നത്? ആരെയാണ് കാത്തു നിൽക്കുന്നത്? അടിയന്തര പ്രാധാന്യത്തോട് നടപ്പിലാക്കേണ്ട ഈ പ്രവർത്തനത്തിന് ആരാണ് അമാന്തം കാണിക്കുന്നത്? ഇതിന് ഈ കൈയും കിട്ടി നോക്കി നിൽക്കാൻ കോൺഗ്രസ് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ സമരവുമായി വന്നത്. ഇനിയും ഇത് ആരംഭിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി കോൺഗ്രസ് വരും. ഇത് ശബ്ദം നഷ്ടപ്പെട്ടവൻ്റെ ശബ്ദമായിട്ടാണ് കോൺഗ്രസ് സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. മെയ് 3-നാണ് ഇത്തരം ഒരു ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ തീപിടുത്തം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം 2 ദിവസത്തിന് ശേഷം വീണ്ടും തീപിടുത്തം ഉണ്ടാകുന്നു. പൂർണ്ണമായും ഈ ബ്ലോക്ക് അടച്ചിടുന്ന ഘട്ടമുണ്ടാകുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ഇതിൻ്റെ പരിശോധന നടത്തുന്നു. പക്ഷേ ഇതുവരെയും അത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് രോഗികൾ ദിനംപ്രതി എത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയാണ് ഈ വിധത്തിൽ ആയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കിടപ്പ് സമരവുമായിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.